പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു 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 വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മറ്റ് ഉന്നത ഘടകങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. സഹയാത്രികനായിരുന്നു. അദ്ദേഹം ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയത് കൊണ്ടുണ്ട്. അക്കാര്യത്തിലും തർക്കമില്ല. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമൊന്നും പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ളൊരു പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ വരുന്ന കൂട്ടത്തിലായിരുന്നു നമുക്ക് മറുപടി പറയാനില്ല. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ തരത്തിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം ചേർന്ന് ചർച്ച ചെയ്തു. ആ കാര്യത്തിൽ പൊതുവിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനം പരിശോധിച്ച് നോക്കിയപ്പോൾ കേരളത്തിൽ 110 സീറ്റോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം അവസരം ഉണ്ടാകുന്ന സാഹചര്യം സംജാതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ